യെസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സോ നമ്മൾ അങ്ങനെ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് ഡിസ്ക്രൈബിംഗ് മോഷൻ അറൗണ്ട് എന്ന് പറഞ്ഞ നമ്മുടെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ. ഭയങ്കര രസകരമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ. എന്താ ഇത്ര രസകരമായിട്ട് തോന്നാൻ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ 6 ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. അത് മാത്രമല്ല ഈ 6 ഇക്വേഷൻസ് ചോദിക്കും നമ്മളോട്, അത് റിലേറ്റഡ് ആയിട്ട് ഇഷ്ടം പോലെ ന്യൂമറിക്കൽസ് നമ്മളോട് ചോദിക്കും. വാവ്, അത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി അല്ലെ. പിന്നെ എന്താണ്, ഇഷ്ടംപോലെ ഗ്രാഫുകൾ ഉണ്ട്. ഓരോ ഗ്രാഫിൽ നിന്നും പല പല ക്വാണ്ടിറ്റീസിനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. അങ്ങനെ ആകെ ടോട്ടലി നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഡിസ്ക്രൈബിംഗ് മോഷൻ അറൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ. പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സിൽ ഇനി ഇത്രയും ടഫ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനേ ഇല്ല കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിസിക്സ് സേഫ് ആണെന്ന് അർത്ഥം. ബാക്കി നിങ്ങൾക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, സോ ഗൈസ് നമുക്ക് ഒരുപാട് സൂപ്പർ ട്രിക്കുകളെ കുറിച്ചിട്ടൊക്കെ പരിചയപ്പെടാം. ഈ ചാപ്റ്റർ എങ്ങനെ സിമ്പിൾ ആയിട്ട് പഠിക്കാം എന്നുള്ളതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. SI യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, നമുക്കറിയാം മീറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് ബൈ എൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ്. അതാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ. നോക്കൂ, ഇതാണ് നമ്മുടെ വീട്. ഓക്കെ, ഹോമാണ്, നമ്മുടെ സ്കൂളാണ്. ഓക്കെ, സ്കൂൾ. അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ സ്കൂളിലേക്ക് പോവാണ്. നമുക്ക് എങ്ങനെ പോവാം? നമുക്ക് പല വഴിയിലൂടെ പോവാം അല്ലെ. നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം വിചാരിക്കുകയാണ്, അപ്പുറത്ത് നാരായണേട്ടന്റെ കടയുണ്ട്, അവിടെ നിന്ന് മിഠായൊക്കെ വാങ്ങി പതുക്കെ പോവാം. അപ്പോഴാണ് നമ്മുടെ ഫ്രണ്ടിന്റെ വീട്. ആ ഫ്രണ്ടിനോട് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പതുക്കെ നമ്മൾ സ്കൂളിലേക്ക് പോകുന്നു. നോക്കൂ, 50 മീറ്റർ 50 മീറ്റർ 50 മീറ്റർ. അപ്പൊ ആ കുട്ടിയുടെ ടോട്ടൽ പാത്ത്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ആ ഡിസ്റ്റൻസ് ഇവിടെ എത്രയാണ് ഗൈസ്? നോക്കൂ, 50 + 50 + 50 ദാറ്റ് ഈസ് 150 മീറ്റർ ആണ്. ഇനി ഈ കുട്ടിക്ക് നോക്കൂ, ഈ കുട്ടിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്താണ്? നോക്കൂ, ഇതാ ഇങ്ങനെ പോകുന്നതാണോ ഷോർട്ടായിട്ട് പോകാൻ പറ്റുന്നത്? അല്ല, ഈ കുട്ടിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതാണ് ഈ കുട്ടിയുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ. ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് അത് വെറും എത്രയാണ്? 50 ആണ്. 50 മീറ്റർ, അതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇറ്റ് ഈസ് ദ ലെങ്ത് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. നമ്മളുടെ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും നമ്മൾ ഒറ്റ സ്ട്രെയിറ്റ് ലൈൻ വരച്ചുക, ആ ലെങ്തിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. സോ ഗൈസ്, നമ്മുടെ ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത് അല്ലെ, ട്രാവൽ ചെയ്യുന്ന മുഴുവൻ ലെങ്തിനെയും നമ്മൾ വിളിക്കുന്നതാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മളോട് ചോദിക്കുകയാണ് ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ലെങ്തിനെ നമ്മൾ എന്താ വിളിക്കാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയണം അത് ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് പറയണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടിപൊളി ഒരു ചോദ്യമാണ്. നോക്കൂ, അയാൻ സ്റ്റാർട്ട്സ് ഹിസ് ജേർണി ഫ്രം A to D, കാൽക്കുലേറ്റ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അയാന്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും കണ്ടുപിടിക്കാനാണ്. ഇതാണ് നമ്മുടെ അയാൻ കേട്ടോ, ഇതാണ് നമ്മുടെ അയാൻ. അയാൻ എന്താ ചെയ്യുന്നത് നോക്കൂ ഗൈസ്, എയിൽ നിന്നും B വഴി സിയിലൂടെ ഡിയിലേക്ക് പോവാണ് അല്ലെ. എങ്ങനെ അയാൻ പോകുന്നത്? A to B, then C, then ഡിയിലേക്കാണ് അയാൻ പോകുന്നത്. റെഡി ആണല്ലോ. സോ അയാന്റെ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാലോ. അയാന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആദ്യം ദാ ഇങ്ങനെ പോകുന്നു 4 പ്ലസ്, പിന്നെ അയാൻ എന്താ ചെയ്യുന്നത്? അവിടെ എത്തിയിട്ട് പിന്നെ ഇങ്ങനെ പോകുന്നു അല്ലെ, +5 പ്ലസ്, പിന്നെ അയാൾ എന്താ ചെയ്യുന്നത്? ഡിയിലേക്ക് പോകുന്നുണ്ട് അല്ലെ. എത്രയായിരിക്കും? നമുക്കറിയാം ഇത് 4 ആണെങ്കിൽ ഇതും 4 ആണ്, ഇതും അല്ലെ, ഇത് 4 ആണ്, ഇതെന്താണ്? 5 സെന്റിമീറ്റർ ആണ്. ബിക്കോസ് ഇതെന്താണ്? ഇത് റെക്ടാംഗിൾ ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം 2 സൈഡ്സ് എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, സോ 4 + 5 + 4 അല്ലെ. അപ്പൊ എത്ര വരും? ഭയങ്കര സിമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടെത്തിയില്ലേ അല്ലെ. എത്ര വരും? നമുക്ക് 13 സെന്റിമീറ്റർ എന്ന് കിട്ടും അല്ലെ. 13 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇനി എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഡിസ്പ്ലേസ്മെന്റ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അയാൻ എന്താ ചെയ്യുന്നത്? അയാൻ എയിൽ നിന്നും B വഴി സിയിലൂടെ എവിടെ എത്തി? ഡിയിലെത്തി അല്ലെ. നമ്മോട് കണ്ടുപിടിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ അയാൻ പോയ വഴിയൊന്നും നമ്മൾ നോക്കേണ്ട യാതൊരു ആവശ്യമില്ല ഗൈസ്. നമ്മൾ ആദ്യം നോക്കേണ്ടത് അയാൻ ആദ്യം എവിടെയായിരുന്നു, അയാൻ അവസാനം എവിടെയാണ് എന്നുള്ളത് മാത്രമാണ്. സോ അവിടേക്ക് എന്ത് ചെയ്യുക? ഒരു ലൈൻ അങ്ങോട്ട് വരച്ചു കൊടുക്കുക. ആ ലൈനിന്റെ നീളമാണ് അവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ദാറ്റ് ഈസ് 5 സെന്റിമീറ്റർ. മോനെ ഭയങ്കര സിമ്പിൾ അല്ലേ. അപ്പൊ ഡിസ്റ്റൻസ് എത്രയാണ്? 13ഉം ഡിസ്പ്ലേസ്മെന്റ് 5 സെന്റിമീറ്റർ ആണ്. സോ A ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഭയങ്കര സിമ്പിൾ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂണിറ്റ് ഓഫ് വെലോസിറ്റി, അത് നമുക്കറിയാം m/s ആണ്. ആൻഡ് സ്പീഡ്, വെലോസിറ്റിന്റെയും സ്പീഡിന്റെയും യൂണിറ്റ് സെയിം ആണ്, മനസ്സിലാക്കണം. അഗെയിൻ m/s ആണ്. നെക്സ്റ്റ് ആക്സിലറേഷന്റെ യൂണിറ്റ് അത് ഡിഫറെന്റ് ആണ് അല്ലെ. ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ വെലോസിറ്റി ബൈ ടൈം ആണ്. ഓക്കെ, വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റിന്റെ യൂണിറ്റ് എന്താ? m/s ആണ് അല്ലെ. ടൈമിന്റെ യൂണിറ്റ് എന്താ?
സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പൊ മീറ്റർ ബൈ സെക്കൻഡ് എന്ന് വരുമ്പോ മീറ്റർ ബൈ 2s ഉണ്ട് അല്ലെ. അപ്പൊ എന്ത് വരും? മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. സോ ഹിയർ വി ഹാവ് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പീഡ് ഈസ് എ ഡാഷ് ക്വാണ്ടിറ്റി. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്ത് ക്വാണ്ടിറ്റി? എനിക്കറിയില്ല. എന്താണ്? നമുക്കറിയാം, അത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് അല്ലെ. സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് സ്പീഡ് എന്ന് പറയുന്നത്. എന്നാൽ വെലോസിറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. നെക്സ്റ്റ് ആണ്, വിച്ച് ക്വാണ്ടിറ്റി ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, അതായത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമുള്ള ക്വാണ്ടിറ്റി ഇതിൽ ഏതാണെന്നുള്ളതാണ്. അത് നമുക്കറിയാം. സ്പീഡാണോ? അല്ല. സ്പീഡിന് ക്വാണ്ടിറ്റി ഡയറക്ഷൻ ഉണ്ടോ? ഇല്ല, ഡയറക്ഷൻ ഇല്ല അല്ലെ. അത് സ്കെയിലാർ ആണ്. ഡിസ്റ്റൻസിന് ഡയറക്ഷൻ ഉണ്ടോ? ഇല്ല, അത് സ്കെയിലാർ ആണ്. ഡയറക്ഷൻ ഇല്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത് കേട്ടോ. ടൈം എന്താണ്? സ്കെയിലാർ ആണോ വെക്ടർ ആണോ? സ്കെയിലാർ എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ഇല്ല. ടൈം എന്ന് പറയുമ്പോൾ ഒരാളെ ചോദിക്കുകയാണ്, ഇനി എത്ര സമയമുണ്ട്? 2 സെക്കൻഡ് റൈറ്റിലേക്ക്, 2 സെക്കൻഡ് ലെഫ്റ്റിലേക്ക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടോ? ഡയറക്ഷൻ പറയാറുണ്ടോ ടൈമിന്റെ കൂടെ? ഇല്ല. നമ്മൾ 2 സെക്കൻഡ് അല്ലെങ്കിൽ 4 സെക്കൻഡ്, നമ്മൾ ആ നമ്പറും ആ ഒരു അല്ലെ നമ്പർ എത്രയാണ് അതിന്റെ കൂടെ സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റ് ആഡ് ചെയ്തിട്ട് മാത്രമാണെന്ന് പറയാം. അല്ലാതെ 2 സെക്കൻഡ് മുന്നിലേക്ക്, 2 സെക്കൻഡ് പിറകിലേക്ക് അങ്ങനെ പറയാറുണ്ടോ? ഇല്ല. ഡയറക്ഷൻ ഇസ് നോട്ട് നീഡഡ് ഹിയർ. സോ ഡയറക്ഷൻ വേണ്ടാത്ത ആൾക്കാരെയാണ് നമ്മൾ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. ആൻഡ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി and the quantity has both magnitude and direction. So here we have option C is right answer. Next question, which of the following is an example of uniform velocity? Uniform velocity, നമ്മൾ എന്തിനാ സ്കൂളിൽ എല്ലാവരും യൂണിഫോം ഇട്ട് പോകുന്നത്? എല്ലാവരും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമ്മുടെ മാം നോക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളും ഒരേപോലെ, വാവ് അടിപൊളി അല്ലെ. അപ്പൊ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഒരുപോലെയുള്ള വെലോസിറ്റി, എല്ലാ ടൈമിലും വെലോസിറ്റി റിമെയിൻ കോൺസ്റ്റന്റ്. എല്ലാ സമയത്തും വെലോസിറ്റി സെയിം വാല്യൂ എല്ലായിടത്തും സെയിം. ഓക്കെ, അതാണ് കേട്ടോ. അപ്പൊ സ്വിങ്ങിങ് ഓൺ എ സ്വിങ്, ഊഞ്ഞാലിലാടുമ്പോൾ നമുക്കറിയാം നമ്മളൊന്ന് അങ്ങോട്ട് പോകും, പിന്നെ ഇങ്ങോട്ട് വരും. അപ്പൊ തന്നെ എന്ത് മാറി? ഡയറക്ഷൻ മാറി. വെലോസിറ്റി അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി ആവണമെന്നുണ്ടെങ്കിൽ ഉള്ള 3 കണ്ടീഷൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്താണ്? ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് 3 കണ്ടീഷൻ ഒന്നുമില്ല, ആകെ ഒരൊറ്റ കണ്ടീഷൻ പഠിച്ചാൽ മതി. അതായത് എപ്പോഴും ഡയറക്ഷൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഡയറക്ഷൻ സെയിം ആയിരിക്കണം. എല്ലായിടത്തും ഡയറക്ഷൻ സെയിം ആയി. ഇപ്പൊ ഇനി ഇങ്ങോട്ടാണ് പോകുന്നത്, വീണ്ടും നമ്മൾ അങ്ങോട്ട് തന്നെ പോകും. എല്ലാ ഇന്റർവെൽ ഓഫ് ടൈം, ഇപ്പൊ A to B to C എന്ന് വിചാരിച്ചോളൂ. ഇവിടെ നമ്മൾ ഇങ്ങോട്ടാ പോയതെങ്കിൽ അടുത്തതിലും ഇങ്ങോട്ട് തന്നെ പോകണം. ഒരേ ഡയറക്ഷനിൽ പോവല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഡയറക്ഷൻ എപ്പോഴും സെയിം ആവണം. പ്ലസ് എന്താണ്? വാല്യൂ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇവിടെ 10 മീറ്റർ ബൈ സെക്കൻഡ് ആണ്. അടുത്ത ഇന്റർവെല്ലിൽ ഞാൻ 5 മീറ്റർ ബൈ സെക്കൻഡ് ആണെങ്കിൽ അത് പൊട്ടത്തെറ്റാണ്. അത് യൂണിഫോം വെലോസിറ്റി അല്ല. ഇവിടെയും എന്താകണം? സെയിം വാല്യൂ ആയിരിക്കണം. ഇവിടെയും എനിക്ക് 10 മീറ്റർ ബൈ സെക്കൻഡ്, അതായത് എല്ലാ ഇന്റർവെല്ലിലും സെയിം വാല്യൂ ആയിരിക്കണം. അതേസമയം സെയിം ഡയറക്ഷനും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനെ യൂണിഫോം വെലോസിറ്റി എന്ന് വിളിക്കാൻ പറ്റുള്ളൂ ഗൈസ്. സോ ഹിയർ വി ഹാവ്, നോക്കണേ, ഡയറക്ഷനും സെയിം, വാല്യൂം സെയിം ആണ്. സ്വിങ്ങിങ് ഓൺ എ സ്വിങ്, ഊഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടോ, ഒന്ന് അങ്ങോട്ടാ പോകുന്നെങ്കിൽ അപ്പുറത്തിങ്ങ്, അതൊരിക്കലും ഡയറക്ഷൻ സെയിം അല്ല. അപ്പൊ അത് തെറ്റാണ്. നെക്സ്റ്റ്, മോഷൻ ഓഫ് എ സ്റ്റോൺ ഫോളിങ് ഡൗൺ. ഇത് നമ്മൾ വിചാരിക്കും യെസ് ഇത് കറക്റ്റ് ആണെന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കില്ല. കാരണം എന്താ? താഴേക്ക് ചാടുമ്പോൾ ഒരേപോലെയാണല്ലോ, ഒരേതാണല്ലോ എന്നൊക്കെ. സംഭവം ശരിയാണ്, ഒരേ ഡയറക്ഷൻ ആണ്, താഴേക്ക് തന്നെയാണ് ചാടുന്നത്. പക്ഷേ വാല്യൂ ഈസ് നോട്ട് ദ സെയിം. അതായത് മുകളില് ഈ കല്ല്, ഇപ്പൊ ഒരു കല്ലിനെയാണ് ഞാൻ താഴേക്ക് ഇടുന്നത്, ഇതിനെ ഞാൻ താഴേക്കിടാണ്. താഴേക്കിടുമ്പോൾ ഈ മുകളിലുള്ള അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഇനി താഴേക്ക് പോകും തോറും അതിന്റെ വെലോസിറ്റി കൂടി വരും. 1 2 3 4 അങ്ങനെ കൂടി വരിക ചെയ്യാം. വെലോസിറ്റി കൂടി വരും. എല്ലാ സമയത്തും വെലോസിറ്റി സെയിം ആണോ? അല്ല. ഓരോ സമയത്തും വെലോസിറ്റി കൂടി വരികയാണ്. വെലോസിറ്റിന്റെ വാല്യൂ കൂടി വരുന്നു. ദാറ്റ് ഈസ് വാല്യൂ സെയിം ആണോ? വാല്യൂ സെയിം അല്ല. അതുകൊണ്ട് തന്നെ അതെന്തല്ല? യൂണിഫോം വെലോസിറ്റി അല്ല. ഓക്കെ, യൂണിഫോം വെലോസിറ്റി അല്ല. അപ്പൊ അതും തെറ്റ്. നെക്സ്റ്റ്, എ ട്രെയിൻ മൂവിങ് സ്ട്രെയിറ്റ്. വാവ്, സ്ട്രെയിറ്റ് അല്ലെ, നീളത്തിൽ ഇങ്ങനെ പോവാണ്, സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പോവാണ് അറ്റ് കോൺസ്റ്റന്റ് സ്പീഡ്. വാവ്, സെയിം സ്പീഡില് ഒരേ ഡയറക്ഷനിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പോവാണെങ്കിൽ അതെന്താണ്? വാല്യൂ സെയിം ആണ്, കോൺസ്റ്റന്റ് ആണ് അല്ലെ. ഓക്കെ, ഡയറക്ഷൻ എന്താണ്? സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. സോ ഹിയർ വി ഹാവ് ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. ഇതെന്താണ്? യൂണിഫോം വെലോസിറ്റി ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് നോക്കൂ, എ കാർ ടേക്കിംഗ് എ ടേൺ.
ടേൺ എന്ന് പറയുമ്പോൾ തന്നെ എന്താ ഇങ്ങനെ തിരിച്ചു അല്ലേ? തിരിക്കുന്ന സമയത്ത് എന്താണ് ഓരോ ടൈമിലും വെലോസിറ്റി ചേഞ്ച് ചെയ്യും, ഓരോ കർവിലും ഓരോ സമയത്തും വെലോസിറ്റി ചേഞ്ച് ചെയ്യും. സോ അതും കൂടെ എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. സോ ഇവിടെ നമുക്ക് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ആൻഡ് ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യണം. അത് മാത്രമല്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇത് അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിച്ച് മുന്നേറാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചു നോക്കുക. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന് തന്നെയാണ്. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് നിങ്ങൾ വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റും. എന്നാൽ അതിലുപരി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കുറച്ചുകൂടി അടിപൊളിയായിട്ട് ഒരാളുടെ ഗൈഡൻസിൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദാ ഇവിടെ നമ്മുടെ ബാച്ചിൻ്റെ ഗൈസ് നോക്കൂ, നമ്മുടെ നിഞ്ച ബാച്ചിൻ്റെ 9th കുട്ടികൾക്കുള്ള ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നമ്മുടെ നിഞ്ച ബാച്ച്. അപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഇതൊന്നും വായിച്ചിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ദാ ഈ നമ്പറിൽ നിങ്ങൾ വിളി, ഇത് വിളിച്ചിട്ട് നിങ്ങൾ ചോദിക്കുക, എന്താണ് ഞങ്ങൾ ഇതിൽ ജോയിൻ ചെയ്ത് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, ഞങ്ങൾ ജോയിൻ ചെയ്തിട്ട് എന്താ കാര്യം, ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവരോട് ചോദിക്കുക. അത് മാത്രമല്ല നമ്മുടെ നിഞ്ച ബാച്ചിൽ ഇപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന കോണ്ടന്റ്സ് ഒക്കെ അതിലുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അവർ ഓൾറെഡി ഇതൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട്. സോ ഇനിയും സമയം വൈകിയിട്ടില്ല. നിങ്ങൾക്കും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്കുള്ള ക്ലാസ്സസ് ഒക്കെ അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ താങ്ക് യു ഗൈസ്. ആൻഡ് ഇതിന്റെ ആൻസർ ആരും മറക്കണ്ട, കമന്റ് ചെയ്യാൻ കേട്ടോ. ഓക്കെ ബൈ, താങ്ക് യു സോ മച്ച്.